ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു 2 ദിവസം ഇന്നലെ ഞാനൊക്കെ കിട്ടിയെന്ന് ഓരോ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് വരുമാനം കിട്ടിയോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിനാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് കാണുക, പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ അടിച്ചോളി. ഓക്കെ. അപ്പോൾ എന്നെക്കൊണ്ടിപ്പോൾ കഴിയാൻ ചെയ്യണത് ഇപ്പോൾ അങ്ങനെ തന്നെ. നമ്മൾ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അല്ല, അപ്പോൾ നമ്മളെ കൊണ്ട് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ഒരാളെ കൊണ്ട് സഹായിക്കാനൊന്നും ഇപ്പോൾ ഉള്ള സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ല. നമ്മൾക്കും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുമായിട്ടൊന്നുമില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മളെ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 4 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളില്ല. അപ്പോൾ ഓൽക്കിപ്പോൾ അങ്ങനെ മാത്രമുള്ള വീഡിയോ എടുക്കാനും ഓൽക്കും വയ്ക്കൂല, നമുക്കും വയ്ക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാട്ടിക്കൂട്ടുക, അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴല്ലേ നമുക്കൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ പെണ്ണുങ്ങളെ കൊടു നിർത്തിയിട്ട് തുണി വെച്ചിട്ട് കളിക്കാനും ഇതിനൊന്നും ഇപ്പോൾ ഓൽക്ക് താല്പര്യം ഉണ്ടാവില്ല, നമുക്കും ഇപ്പോൾ അത് നടക്കൂലല്ലോ. അപ്പോൾ എല്ലാവരും പറയും എൻ്റെ വീഡിയോ പോരാ, അങ്ങനെയാണ് എന്നാൽ പിന്നെ ഇങ്ങനെ വീഡിയോ ഒന്നും പോരാ. ചിലൊരു പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറയും, ചിലർ പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടെന്ന് പറയും, കുട്ടികൾ ചുമ്മാടെ മതി എന്ന് പറയും. എന്നാൽ നമ്മളാ കുട്ടികളും നമ്മളുമായിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് കാണാനും കൂടി ചിലവർക്കൊന്നും കാണൂല. ചിലർ കാണും, ചിലർ കമൻ്റ് അയക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യല്. എല്ലാവരൊക്കെ ഒന്ന് പരമാവധി ഒന്ന് കണ്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് തന്നെയല്ലേ നമുക്കൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ പോലുള്ള ആൾക്കാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചവരൊക്കെ. എല്ലാവരൊക്കെ ഒന്ന് പരമാവധി ഒന്ന് നമ്മളെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളോടൊക്കെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് സഹായിക്കും, ഒന്ന് കാണുക. നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഓരോ യൂട്യൂബിലും വാട്സപ്പിലൊക്കെ രോഗികളെ സഹായിക്കാനും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ നിസ്സഹായാവസ്ഥയാണ്. നമ്മളെത്തൊന്നും ഇപ്പോൾ സഹായിക്കാനില്ല. ചില സമയങ്ങളിൽ 10 രൂപ പോലും എടുക്കാറില്ല എന്ന് പറഞ്ഞവർക്കുള്ള അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ പരമാവധി എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും, റെഡിയാവുമെന്ന് വിചാരിക്കുക. പഠിച്ചോ ഇല്ലയോന്നല്ലേ റെഡിയാക്കി തരും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒക്കെ സെറ്റായിക്കോളും. 2 ദിവസം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് ഒരാൾ പോലും അത് ഷെയർ ചെയ്തില്ല. നമ്മളിപ്പോൾ കുടുംബത്തിലെടുത്ത ആൾക്കാരുണ്ട്, നമ്മളറിയുന്ന ആൾക്കാരുണ്ട്. ഒരു വീഡിയോ 2500 ആൾക്കാരും കണ്ടു, പിന്നൊരു വീഡിയോ 2000 ആൾക്കാർ കണ്ടു, അതും ഒരാൾ ഷെയർ ചെയ്തില്ല. കുറച്ച് കമൻ്റൊക്കെ വന്നോന്നല്ലാണ്ട് ആരും ഷെയർ ചെയ്തില്ല. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാലല്ലേ നമുക്കൊക്കെ ഒന്നുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നിപ്പോൾ വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. സഹായിക്കണം, ഫോണിൽ ലേശം MB പോവും, ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ തന്നെയല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം അതുവരെയൊക്കെ ഒന്ന് എല്ലാവരും ചെയ്യും. പരമാവധിയൊക്കെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, വീഡിയോക്കെ ഒന്ന് കാണാൻ പറയുക, കാരണോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ പറയാം. നമുക്കൊക്കെ ഫാമിലി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകണതല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. ഒരുപാട് ആൾക്കാർ ഓരോരുത്തർ സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മളേക്കൊന്ന് കൊടുക്കാറില്ലെങ്കിൽ നമ്മളൊരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും കാര്യം അങ്ങനെ തന്നെ, എൻ്റെ കാര്യം മാത്രമല്ല. എല്ലാവരൊക്കെ പരമാവധിയൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന പറഞ്ഞാൽ നമുക്കൊക്കെ സഹായിക്കാം. എല്ലാവർക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ സഹായിക്കണം. നമ്മൾ ഓരോരുത്തരും ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണം, കാര്യങ്ങളൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടായി, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ സഹായിക്കണം. അതിനുള്ള ഇതിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മൂപ്പരിനോട് ചോദിച്ചു, എന്തിനാപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ, എന്താ എൻ്റെ ഉദ്ദേശം ചോദിച്ചു. അപ്പോൾ ഞാൻ മൂപ്പരോട് ഉദ്ദേശം പറഞ്ഞത് തന്നെയാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യണത് മൂപ്പരോട് പറഞ്ഞത്. അതിന് നമ്മളെ ഉദ്ദേശം കേട്ടോ, അല്ല വേറെ ഒന്നുമില്ല. അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി നമ്മളെ അഭ്യർത്ഥന മാനിച്ച് എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുപാട് ഇതിലാണ് ഇത് ചാനൽ തുടങ്ങി. നമ്മൾ വിചാരിച്ച ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ മാസം അങ്ങനെ പൈസ വരും. തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോഴല്ലേ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇങ്ങനെ ആൾക്കാർ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയറൊക്കെ നടക്കണം, എന്നാലാണ് പറ്റുള്ളൂ എന്നുള്ളതൊക്കെ നമുക്കതിനെ പറ്റി അറിഞ്ഞില്ല.
പിന്നെ ഇങ്ങനെ കരഞ്ഞു വരൽ തുടങ്ങി. നമ്മൾ യൂട്യൂബ് ചാനലിനെ പറ്റി ഓരോരുത്തർ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഗതി. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ പെട്ടെന്നൊന്നും നടക്കില്ല, സാവധാനം നടക്കുള്ളൂ. ആൾക്കാരൊക്കെ കാണലാണ് അതിൻ്റെ മെയിൻ എന്നുള്ളതൊക്കെ ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്കതിനെ പറ്റി അറിയണത്. അല്ലാതെ നമുക്കതിനെ പറ്റി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടുമൊന്നും വരില്ല. എന്നാലും പൊതു ആൾക്കാരുണ്ട്, പൊതുജനങ്ങൾ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലല്ല നമ്മളൊക്കെ നിൽക്കുക. കുടുംബത്തിലൊന്നും ഇപ്പോൾ എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ആരും നിൽക്കലില്ല. ചിലവർ നമ്മളെ ചാനലിനെ എന്തായാലും ചോദിക്കില്ല. ചിലവരൊക്കെ പൈസ ഇട്ടോ ചോദിക്കും. കുടുംബക്കാരല്ല കേട്ടോ, വേറെയും ചോദിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയല്ല ഇതിൽ കാര്യങ്ങൾ. പൈസ ഒന്നും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടണം. ഒരുപാട് ആൾക്കാരെ സഹായിക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സെറ്റാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കണേ. അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മളീ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ചോളി. നമ്മൾ അതേ കഴിഞ്ഞ് അള്ളാൻ്റെ ഇതിൽ സഹായങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്നെ നേരാവുകയാണെങ്കിൽ നമ്മൾക്കിത് പറയാനുള്ള ധൈര്യമായിട്ട്. ഈ പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ല, ഇപ്പം എന്താ അതിന് സഹായിക്കാത്ത ധൈര്യമായി ചോദിക്കാമല്ലോ. അപ്പം എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അതിലാണ് കാര്യമുള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ. യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ പറയും നമ്മളെ കുടുംബക്കാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, അവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താനാണ് നോക്കുള്ളൂ. എന്തിനാ അങ്ങനത്തെ വീഡിയോ ഇടണം, അതേമാതിരി എൻ്റെ വീഡിയോ പോരാ എന്നൊക്കെ നമ്മളോട് പറയലുണ്ട്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കലില്ല. നമ്മൾ കാര്യമാക്കി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകാൻ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മളതൊന്ന് ചെവി കൊള്ളാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ നിങ്ങളോട് തന്നെ പറയണത് എല്ലാവരും നമ്മൾ ചെയ്യണം എന്നുള്ളത്. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇട്ടാലും ഉണ്ടാവും കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ. എന്തിനാ അങ്ങനത്തെ വീഡിയോ ഇട്ട്, എന്താ നമുക്ക് പ്രശ്നം, ഇതിന് അങ്ങനത്തെ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും ഇപ്പോൾ നമ്മൾ മെയിൻ ചെയ്യണില്ല. അവർ പറയണത് അവിടെ പറയട്ടെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. ആകെയൊക്കെ പഠിച്ചവനും ഒക്കെ ഇല്ല തീരുമാനിക്കേണ്ടത് എന്താണെന്നുള്ളത്. പഠിച്ചവനും നിങ്ങളൊക്കെ വിചാരിച്ചാലൊക്കെ സെറ്റാവും. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമല്ലോട്. അപ്പോൾ ഒക്കെ കണ്ട് റെഡി ആയിക്കോളും. ആൾക്കാർ കാണു തുടങ്ങി പിന്നെ ഒന്നൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ നമുക്കിങ്ങനെ കോമഡി പിന്നെ വീഡിയോ എടുത്തിട്ട് വിടാനും ഇതിനൊന്നും ഇപ്പോൾ നമുക്കൊരു വീഡിയോ വെച്ചിട്ട് ഫോട്ടോഗ്രാഫർ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അതിന് ശമ്പളം കൊടുക്കാനൊന്നും ഇപ്പോൾ നമുക്ക് സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഒക്കെ ശരിയാകുമ്പോൾ നമുക്ക് എല്ലാവരും സെറ്റാക്കാം. അപ്പോൾ ഒരാൾ കൂടിയൊക്കെ ഒരു കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ടേ, ചെറിയ കുട്ടികളല്ലേ, അവർക്ക് വഹിക്കണമാർക്ക് നമ്മളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പോൾ നമ്മൾക്ക് യൂട്യൂബിലായിരുന്നു പോലും വലിയ താല്പര്യമില്ല. ചില ഇതിലൊക്കെ നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാമെന്നല്ലാണ്ട് അതുകൊണ്ട് അവൾ വന്നതല്ല. അപ്പോൾ അവൾക്ക് യൂട്യൂബിൽ വരാൻ താല്പര്യമില്ല. ഇതൊന്നും ശീലമായിട്ടില്ലല്ലോ. കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളെന്ന് വിചാരിച്ചു. ഓക്കെ. പിന്നെ ഇപ്പോൾ ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പെണ്ണുങ്ങളെയും മാനൊന്നും ഇടരുത്. അപ്പം നമ്മളുടെ ഇടുന്ന കുട്ടികൾ ഇടുന്ന വീഡിയോ ഒന്ന് കാണാനോ അതിന് കമൻ്റ് അയക്കാനോ അതിനൊന്നും ഇവർ ചെയ്യൂല. ഇടരുതെന്നൊക്കെ പറയും. ഇവർ നമ്മൾ ഇടുന്നത് കാണണ്ടേ, അതും കാണൂല. അതിന് കമൻറ്റ് പോലും അയക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ കുടുംബത്തിലായാലും നാട്ടിലായാലും ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെയാണ് നമ്മളെ വീഡിയോക്ക് കമൻ്റ് അയക്കണതും കാണുന്നതൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബായ്. ആരും നമ്മൾ പറയണമെന്ന് വിചാരിക്കരുത്. ഒരു വിഷമം കൊണ്ട് പറയുകയാണെന്നുള്ളതാണ് വിചാരിച്ചാൽ മതി നിങ്ങൾ. നിങ്ങളൊരു അനിയനായിട്ടോ ഏട്ടനായിട്ടോ ഒക്കെ സഹോദരനായിട്ടൊക്കെ കാണുക. അതിലപ്പുറമൊന്നും ആരൊന്നും വിചാരിക്കണ്ട. കുടുംബത്തിലുള്ളവരായാലും നാട്ടുകാരായാലും നമ്മളറിയണം എല്ലാവരും. നമ്മൾ പറയണത് സങ്കടം കൊണ്ട് പറയണമെന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. എല്ലാവരും പരമാവധി കൊണ്ട് ഷെയർ ചെയ്തോളൂ വീഡിയോ ഒക്കെ.